ദാരികന്റെ ശിരസ്സു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദാരികന്റെ ശിരസ്സു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. ദാരികന്റെ ശിരസ്സു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും. തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും. കൈതൊഴാം ഭയങ്കരി തവ, കൈതൊഴാം ഭയങ്കരി തവ, കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ടയും. ദാരികന്റെ ശിരസ്സു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം. ദേവി അംബികേ. അമ്മേ ശരണം ദേവീ ശരണം. അമ്മേ ശരണം ദേവി ശരണം. അമ്മേ ശരണം ദേവി ശരണം. പിരിവന്തരണം ശ്രീ വാരനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സോപാന സംഗീതം സമർപ്പിച്ച ഷീന സന്തോഷിനും ശൈത്യ സന്തോഷിനും അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെ വക നന്ദിയും കടപ്പാടും ആശംസകളും നേർന്നുകൊള്ളുന്നു. സമർപ്പിച്ചെന്ന നന്ദി മാത്രമേ ഉള്ളോ? അപ്പൊ കാശില്ലേ? അയ്യോ, ഇനി ഈ സ്റ്റേജിൽ തന്നെയല്ലേ നമ്മൾ നാടകം കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി എന്ത് ചെയ്യും? എനിക്ക് സാരി മേടിക്കണ്ടായോ? ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും പൈസക്ക്? എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ, ഒരു ഐഡിയ പറഞ്ഞിട്ടെ. എന്താ ഐഡിയ? അമ്മയുടെ ഒരു ബെസ്റ്റി ഉണ്ടല്ലോ, ആര്? വിദ്യ. വിദ്യയോട് പറ ഓസ്ട്രേലിയയിൽ 2 കിടക്കാച്ചി ഡ്രസ്സ് കൊണ്ടുവരാൻ. ഞാൻ ഇന്നലെ അവളെ വിളിച്ചടി. അപ്പൊ അവള് ഫോൺ എടുത്തിട്ട് എന്നോട് പറയാ, ചേച്ചി ഞാൻ ദേ എയർപോർട്ടിൽ വന്ന് ചേച്ചി, 10 ലക്ഷം രൂപയായി ചേച്ചി എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്. എന്നിട്ട് ഞാൻ ചോദിച്ച അവളോട്, എടി പ്രോപ്പർട്ടിയും ഡാൻസും ഒക്കെ സെറ്റായെന്ന്. അവളെന്നോട് പറയാം, ഒന്നും ആയില്ല ചേച്ചി, എനിക്കങ്ങ് വട്ട പിടിക്കുക ചേച്ചി. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ അമ്പലത്തിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന നീലാണ്ടൻ എന്ന് പറഞ്ഞ ആന ഇടഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുക. അയ്യോ മോനെ, എപ്പോഴായിരുന്നു അത്? ഞാൻ ഇതുവരെ ആന ഇടഞ്ഞത് കണ്ടിട്ടില്ല, TV മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് മിസ്. അമ്മ ആനയ്ക്ക് മിസ് ആവണ്ടേക്ക് അങ്ങ് ഇറങ്ങി ഓടി. ഇവിടെ ആന ഇടഞ്ഞെന്ന്. ഇവിടെയോ? അയ്യോ, എനിക്ക് ആനയെ പേടിയാണ്. അയ്യോ എന്റെ ദേവിയേ, എന്തായാലും ഞാൻ ചത്തന്ന് കയറി നിൽക്കുള്ളൂ. ഇവിടെ കിടന്നേക്കോ. അയ്യോ എന്റെ ദേവിയേ, ഒറിജിനൽ ആനയെ തളയ്ക്കാനായിട്ട് പാപ്പാൻ വന്നു. ഇനി ഈ ആന തളയ്ക്കാൻ ഏത് പാപ്പാനാ വരുന്നത്? ഒരൊറ്റ ആളേ ഉള്ളൂ, മിസ്റ്റർ സന്തോഷ്. എടി, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. എന്തിയടി നിന്റെ അപ്പൻ? പറഞ്ഞ പോലെ അച്ഛൻ എന്തിയേ? ആന വരണപ്പോ ഏതായാലും സിഞ്ചുന്റെയും മഞ്ജുന്റെയും കയ്യെ പിടിച്ചോണ്ട് ഓടിക്കാണും. പോയി ആ കമ്മിറ്റിക്കാരോട് വിളിച്ചു പറയടി, അന്വേഷണം ചെയ്യാനെ കൊണ്ട്. ചേട്ടാ ഒന്ന് പറയാവോ? അർജുന്റെ വേഗം പറഞ്ഞു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പെരുന്നാട്ടിൽ നിന്ന് വന്ന സന്തോഷ് എന്ന ചെറുപ്പക്കാരനെ കാത്ത് ഭാര്യ ഷീനയും മകൾ ശൈത്യയും സ്റ്റേജിന്റെ ഇടതുവശത്ത് കാത്തിരിക്കുന്നു. സന്തോഷ് എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. ആശ്വാസമായി, ഇപ്പൊ വരും. വേറൊരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലക്ക് ഭദ്രദീപം കൊളുത്താമെന്ന ശ്വേതോ മേനോൻ അന്വേഷിച്ച് ഭർത്താവ് സ്റ്റേജിന്റെ വലതുവശത്ത് കാത്തു നിൽക്കുന്നതാണ്.
ഭർത്താവ് എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. അയ്യോ പോയേ, അയ്യോ പോയേ. എടി അങ്ങേര് ശ്വേതാമേനോനെ വളച്ചോണ്ട് പോയടി. അമ്മയുടെ ആവശ്യമില്ലാത്ത പറയല്ലോ കേട്ടോ. ശ്വേതാജി അങ്ങനെയുള്ള ആളൊന്നും അല്ല. ശ്വേതാജി അങ്ങനെയുള്ള ആളല്ലായിരിക്കും, പക്ഷെ എന്റെ കെട്ടിയോനെ എനിക്കറിയാവടി. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേടി ശ്വേതാജിനോട് ആ കസറ്റയുടെ മുകളിൽ കയറ്റി ഇരുത്തരുതെന്ന്. എനിക്കറിയാവടി, എല്ലാം കൈവിട്ട് പോയേ. ആര് കരഞ്ഞു? എടി നമ്മൾ ദേണ്ട് ദേവിക്ക് സമർപ്പിച്ചപ്പോഴേ ആ ബാധ അങ്ങ് ഒഴിഞ്ഞു പോയ കണ്ടോ? ശ്വേതാമേനോൻ അങ്ങനെ തന്നെ വരണം. അങ്ങേർക്ക് ഇനി ഡൈ മേടിച്ച് ശ്വേതാമേനോൻ മുടിയും. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? നാടകം കളിക്കണ്ടേ? നാടകമൊന്നും ആയിട്ടില്ല ഡേ. ശ്വേതാജി അല്ലേ ആയിരിക്കുന്നത് നമ്മുടെ നാടകം കാണാൻ. അപ്പൊ പിന്നെ അച്ഛൻ എന്തേ? അയ്യോ സന്തു പാപമടി, ഒരു നിഷ്കളങ്കനാ. എന്റെ സന്തു അങ്ങനൊന്നും പോകത്തില്ല കേട്ടോ. ആ രജനി പെണ്ണിന്റെ കൂടെ ഏതേലും സിനിമയ്ക്ക് പോയായിരിക്കും. വൈകുന്നേരം ഇനി വീട്ടിൽ തിരിച്ചു വരും. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതി, നാടകം കളിക്കണ്ടേ? എനിക്ക് നാടകമൊന്നും അറിയത്തില്ല മോളെ. അയ്യോ, നാടകത്തിന്റെ അനൗൺസ്മെന്റും വന്നില്ലല്ലോ. ഇത് എന്ത്? ചങ്ങനാശ്ശേരി സത്യഭാമ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വെളുത്തെടുത്ത് കാർത്തിയാനി എന്ന് പറയുന്ന നാടകം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എനിക്ക് അറിയത്തില്ലടി, നാടകമൊന്നും അറിയത്തില്ലടി. സിനിമയിൽ അഭിനയിക്കണോ? ആ അഭിനയിക്കണം. ആയിരിക്കുന്ന ആരാ നോക്കി? ലാൽ ജോസ് സാറിന്റെ അടുത്ത സിനിമയിൽ അമ്മയല്ലേ നായിക? ഞാനോ? ആ, ഈ നാടകം അടിപൊളിയായിട്ട് കളിച്ച അമ്മേ നായിക. എടി എന്നെ സിനിമയിൽ എടുക്കൂടി, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒന്ന് മുട്ടി നോക്കുകയാണെങ്കിൽ. ലാലേട്ടാ, ഈ മുഖം ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചേക്കണേ, അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഒരു അവസരം. അയ്യോ മോളെ, അണ്ണാച്ചി അല്ലേ ഇരിക്കുന്നത്? MG അണ്ണാച്ചി. അണ്ണാ ഒരു 10,000 രൂപ തരാമോ അണ്ണാ? ഗ്രാൻഡ് ഫിനാലേക്ക് ഒരു പട്ടുസാരി മേടിക്കാനും കണ്ട. ഇങ്ങോട്ട് വന്ന് സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നാടകം വേഗം റെഡി ആവ്. ഞാൻ അപ്പോഴേക്ക് അനൗൺസ് ചെയ്യാം കേട്ടോ. എനിക്ക് അറിയത്തില്ല ഒന്നും. എഴുതി വെച്ചിട്ടില്ല, അതൊക്കെ നോക്കി പറഞ്ഞാൽ മതി. ഹലോ 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 സത്യഭാമ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വെളുത്തെടുത്ത് കാർത്തിയായനി എന്ന നാടകം 1235 നാടകമാണ് ഞങ്ങളുടേത്. 1235? നമ്മൾ ആദ്യമായിട്ടല്ലേ ഇവിടെ കളിക്കുന്നേ. വീട്ടിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള വൈദ്യുത ദീപങ്ങളെല്ലാം അണിച്ചു തരണമെന്ന് കമ്മിറ്റി ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നതാണ്. എടാ, പണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ, ചിലപ്പോൾ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. നാടകം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അത് ഞാനെടുത്തില്ല. പ്രോപ്പർട്ടി ലിസ്റ്റ് ബില്ല് കൊടുത്തില്ലായിരുന്നു. നീ അമൃതയ്ക്ക് പ്രോപ്പർട്ടി ലിസ്റ്റ് കൊടുത്തത്. ഇനി അവസാന സമയത്ത് ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ വായിരിക്കുന്നതെല്ലാം കേൾക്കാം. എടാ പൊക്ക പൊക്ക പൊക്ക. എന്റെ പൊന്നോളിയോ കറക്റ്റാ മുക്കാരാ പറഞ്ഞത്. എന്തോ കാണിക്കുവാ നീ? സത്യഭാമേ, അയ്യോ ഓപ്പോളെ ഒന്നും കാണത്തില്ലല്ലോ. ലൈറ്റ് ഓഫ് ആക്കാനും പറഞ്ഞു. ഓപ്പോളെ എനിക്കൊന്നും അറിയത്തില്ലടി, ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. വല്ലതും പറയും കേട്ടോ, അവസാന നിമിഷം ഇങ്ങനെ കാണിക്കരുത്. എനിക്കൊന്നും അറിയത്തില്ലടി, എനിക്ക് മറന്നുപോടിയല്ല. സത്യഭാമേ ഞാനാണോ സത്യഭാമ? സത്യഭാമേ അമ്മയാ സത്യഭാമ. സത്യഭാമേ ബാക്കി പറ. ഞാൻ ഇന്ദ്രസേനൻ. ഇത് എവിടുന്ന് വന്ന് ഇന്ദ്രസേനൻ ഇപ്പൊ? ഞാൻ ഗന്ധർവൻ. പൊളിക്കാൻ വേണ്ടി നടക്കുവാണ്. ഇതെന്തോ പറയുന്നത്? ഈ ഡയലോഗൊന്നും അല്ല. ധിക്കാരി ശിവകാമി ദേവിയോട് എന്നോട് അഹങ്കാര വർത്താനം പറയുന്നു. കാവൽക്കാരെ, ഇവളെ കൈകാലുകൾ ബന്ധിച്ച് വലിച്ചടിച്ചു കൊണ്ടുവരിക. ഒന്നാമത് സ്കിറ്റ് വലിഞ്ഞോണ്ടിരിക്കുക. ഇവിടെ ആരും ചിരിക്കുന്ന പോലും ഇല്ല. ഇനി എന്തോ കാവൽക്കാരെ പറഞ്ഞോണ്ടിരിക്കുക. ഹേ പ്രഭു, ഹരിരാമകൃഷ്ണ ജഗന്നാഥകൃഷ്ണ ലാൽ ബാബു കൃഷ്ണ നൊന്തി. എന്റെ ചന്ദ്ര, ഈ വയറിലെ ഡയലോഗ് പോലെ ഈ പെണ്ണുമ്പിള്ളക്ക് അറിയത്തില്ല. ഒന്ന് പാട്ടെടു ചന്ദ്ര. ലാഗ് അടുപ്പിക്കല്ലേ, പാട്ടെടു. ഇപ്പൊ തന്നെ പൊളിഞ്ഞു നിൽക്കുക. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമണി ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം മനമുരളി വയ്യ
മറ്റേത് എടുക്കാനൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല എന്തോ അടി മറ്റേത്. മറ്റേതെടെ എനിക്ക് വയ്യ. താജ്മഹൽ എനിക്ക് വയ്യ, നീ കളിക്കും. അയ്യോ 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 എനിക്ക് തല ഇറങ്ങുന്നേ. അയ്യോ അയ്യോ ഞാൻ വീണേ. അയ്യോ 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 അയ്യോ. സത്യഭാമ തിയേറ്റേഴ്സിന്റെ മെയിൻ നടി തലയിറങ്ങി വീണതിനാൽ ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു കാര്യം കൂടി, ശുഭം. സൂപ്പർ അമ്മയും മകളും